ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയാണ്. അതിലെ 4th ചാപ്റ്റർ മെറ്റൽസ്, ലോഹങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെറ്റൽസിൻ്റെ പൊതുവായ ചില സവിശേഷതകൾ പഠിച്ചു അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയായിരുന്നു മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകത. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന വൈദ്യുത ചാലകത. സൊണോറിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. ഹൈ ഡെൻസിറ്റി, ഉയർന്ന സാന്ദ്രത. അതുപോലെ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി അല്ലേ? മെറ്റൽസ് ഹാവ് സെർട്ടൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ കോമൺ. ഡു ദേ ഷോ സിമിലാരിറ്റി ഇൻ ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആസ് വെൽ? ലോഹങ്ങൾക്ക് പൊതുവായി ചില ഭൗതിക ഗുണങ്ങളുണ്ട്. രാസഗുണങ്ങളിൽ ഇവ സാദൃശ്യം കാണിക്കുന്നുണ്ടോ? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇവ സിമിലാരിറ്റി കാണിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അയൺ ആർട്ടിക്കിൾസ് കെപ്റ്റ് ഔട്ട്സൈഡ് അവർ ഹൗസസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ് ത്രൂ റസ്റ്റിംഗ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. വീടിന് പുറത്തു സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെൻറ്റ്സ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം വെസൽ. അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. വെർഡിഗ്രിസ് ഓർ ക്ലാവ് ഈസ് ഫോംഡ് ഓൺ കോപ്പർ വെസൽസ്. ചെമ്പു പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നു. ഇവയ്ക്ക് കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചില പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം, റിയാക്ഷൻ വിത്ത് എയർ. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? കട്ട് എ സ്മോൾ പീസ് ഓഫ് സോഡിയം വിത്ത് എ നൈഫ്. Observe the metallic luster at the newly formed surface. Keep it exposed to air for some time. ഒരു കഷ്ണം സോഡിയം ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. പുതിയതായി രൂപം കൊണ്ട പ്രതലത്തിലെ ലോഹദ്യുതി നിരീക്ഷിക്കുക. നമ്മൾ പറഞ്ഞു മെറ്റാലിക് ലസ്റ്റർ അല്ലേ? ഒരു മെറ്റൽ മുറിച്ചു കഴിഞ്ഞാൽ ന്യൂലി ഫോംഡ് സർഫസിൽ, പുതുതായി രൂപം കൊണ്ട പ്രതലത്തിൽ ഒരു തിളക്കം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തെ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചിട്ട് പുതിയതായി രൂപം കൊണ്ട പ്രതലത്തിലെ ലോഹദ്യുതി നിരീക്ഷിക്കുക. അല്പനേരം ഈ ഭാഗം അന്തരീക്ഷ വായുവിൽ തുറന്നു വയ്ക്കുക. വാട്ട് ഹാപ്പൻ ടു ദ സർഫസ്? വാട്ട് കുഡ് ബി ദ റീസൺ? പ്രതലത്തിന് എന്ത് സംഭവിച്ചു? എന്തായിരിക്കും ഇതിന് കാരണം? എന്താണ് സംഭവിച്ചത്? ദ മെറ്റാലിക് ലസ്റ്റർ സ്ലോലി ഡിമിനിഷസ്. ലോഹദ്യുതി പതുക്കെ മങ്ങുന്നു. കാരണം എന്താ? The sodium reacts with the components of atmospheric air. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി ഈ സോഡിയം പ്രവർത്തിക്കുന്നു. Take an aluminum wire and rub its surface with sandpaper. Don't you see a bright metallic luster? Within a few days it gets tarnished. Why does it happen? ഒരു അലൂമിനിയം കമ്പി എടുത്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ചു നോക്കൂ. നല്ല തിളക്കം കാണുന്നില്ലേ? ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ തിളക്കം മങ്ങിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അലൂമിനിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് അറ്റ്മോസ്ഫെറിക് എയർ ആൻഡ് ഗെറ്റ്സ് ടാർണിഷ്ഡ്. അലൂമിനിയം ലോഹം അറ്റ്മോസ്ഫെറിക് എയർ, അന്തരീക്ഷ വായുവിലെ വ്യത്യസ്ത ഘടകങ്ങളുമായി പ്രവർത്തിച്ച് തിളക്കം മങ്ങിപ്പോകുന്നു. മെറ്റൽസ് ലൈക്ക് കോപ്പർ, മെഗ്നീഷ്യം എക്സെട്ര ഓൾസോ റിയാക്ട് സിമിലർലി വിത്ത് അറ്റ്മോസ്ഫെറിക് എയർ. ഇതുപോലെ കോപ്പർ, മെഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ മെറ്റൽസിൻ്റെ എയറുമായിട്ടുള്ള പ്രവർത്തനം മനസ്സിലായല്ലോ. എങ്ങനെയാണ് വായുവുമായി പ്രവർത്തിക്കുന്നത്? മെറ്റൽസ് എല്ലാം അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് അതിൻ്റെ മെറ്റാലിക് ലസ്റ്റർ ലോഹദ്യുതിക്ക് മങ്ങലേൽക്കുന്നു. വെൻ മെറ്റൽസ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ ദേ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എയർ. ആസ് എ റിസൾട്ട് the metal loses its luster and gets tarnished. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ലോഹപ്രതലത്തിന് തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ലോഹങ്ങൾക്ക് എയറുമായിട്ടുള്ള റിയാക്ഷൻ. ഇനി റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ലോഹങ്ങൾക്ക് ജലവുമായുള്ള പ്രവർത്തനം. Take 2 beakers and fill 3/4 of them with water. Put a small piece of sodium in the first beaker and a piece of copper in the second. Write down your observations. 2 ബീക്കറുകളിൽ 3/4 വീതം ജലമെടുക്കുക.
ആദ്യത്തേതിൽ ഒരു ചെറിയ കഷ്ണം സോഡിയം ലോഹവും രണ്ടാമത്തേതിൽ ചെറിയ കഷ്ണം കോപ്പറും ഇടുക. നിങ്ങളുടെ നിരീക്ഷണം എഴുതാനാണ്. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്റ്റഡ് വിത്ത് വാട്ടർ? ഈ കോപ്പറും സോഡിയവും ഇട്ടതിൽ ജലവുമായി ഏത് മെറ്റലാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയം. സോഡിയം എന്ന ലോഹമാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. വിച്ച് ഗ്യാസ് വാസ് ഫോംഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ? ഹൈഡ്രജൻ. സോഡിയം ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് സെർട്ടൈൻ മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു. സോഡിയവും ജലവുമായുള്ള പ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് വാട്ടർ. സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് sodium hydroxide plus hydrogen. 2Na plus 2H2O gives 2NaOH plus H2. The metals potassium and calcium also react with cold water. ലോഹങ്ങളായ പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയും തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നു. എന്നാൽ മെറ്റൽസ് ലൈക്ക് കോപ്പർ ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. കോപ്പർ എന്ന ലോഹം ജലവുമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കോപ്പർ എന്ന മെറ്റലിന്, ചെമ്പെന്ന ലോഹത്തിന് വാട്ടറുമായി ഒരു റിയാക്ഷനുമില്ല, ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. സോഡിയം വാട്ടറുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായതുപോലെ പൊട്ടാസ്യമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കാൽഷ്യമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. മനസ്സിലായോ? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. ഇനി ലോഹങ്ങൾക്ക് ആസിഡുമായുള്ള പ്രവർത്തനമാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം, അല്ലേ? സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ആഡിംഗ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, അലൂമിനിയം, അയൺ ആൻഡ് മെഗ്നീഷ്യം ഇൻ ഡിഫറെൻറ്റ് ടെസ്റ്റ് ട്യൂബ്സ് കണ്ടെയ്നിങ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. വാട്ട് ഡു യു ഒബ്സർവ്? ഇവിടെ സിങ്ക് അല്ല, കോപ്പർ എന്ന് വേണം എഴുതാൻ. നമ്മൾ സിങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി കോപ്പർ, അലൂമിനിയം, അയൺ, മെഗ്നീഷ്യം ഇവ ഡൈല്യൂട്ട്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് എഴുതാനാണ്. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്റ്റഡ് വിത്ത് ദ ആസിഡ്? ആസിഡുമായി പ്രവർത്തിച്ച ലോഹങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയം, അയൺ, മെഗ്നീഷ്യം, അല്ലേ? അലൂമിനിയം, ഇരുമ്പ്, മെഗ്നീഷ്യം. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്റ്റഡ് മോസ്റ്റ് വിഗറസ്ലി? തീവ്രമായി പ്രവർത്തിച്ച ലോഹം ഏതാണ്? മെഗ്നീഷ്യമാണ്. ഈസ് ദെയർ എനി മെറ്റൽ വിച്ച് ഡു നോട്ട് റിയാക്ട് വിത്ത് ദ ആസിഡ്? ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഏതെങ്കിലും ലോഹമുണ്ടോ? യെസ്, കോപ്പർ. കോപ്പർ ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കോപ്പറിന് ജലവുമായിട്ടും ആസിഡുമായിട്ടും ഒരു റിയാക്ഷനുമില്ല. മനസ്സിലായല്ലോ? വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ദീസ് റിയാക്ഷൻസ്? ഹൗ വുഡ് യു ഡിറ്റക്ട് ഇറ്റ്? ട്രൈ ടു ഫൈൻഡ് ഔട്ട്. ഈ പ്രവർത്തനങ്ങളിൽ പുറത്തു വരുന്ന വാതകമേത്, എങ്ങനെ കണ്ടെത്താം, ചെയ്തു നോക്കൂ. ഏത് ഗ്യാസാണ് പുറത്തു വരുന്നത്? ഹൈഡ്രജൻ, അല്ലേ? ഹൈഡ്രജൻ വാതകമാണ് പുറത്തു വരുന്നത്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ കളക്ട് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് കാൻഡിൽ അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഒരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കുക. അത് കഴിഞ്ഞ് ഈ ടെസ്റ്റ് ട്യൂബിനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ സമീപത്തേക്ക് കൊണ്ടുവന്നാൽ ഹൈഡ്രജൻ വാതകം പോപ്പ് സൗണ്ടോടുകൂടി കത്തുന്നു. ഈസ് ദെയർ എനി ഡിഫറൻസ് ഇൻ ദ വിഗർ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ മെറ്റൽസ് വിത്ത് ദ ആസിഡ്? ആസിഡുമായുള്ള പ്രവർത്തന തീവ്രതയിൽ ലോഹങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്, അല്ലേ? ലോഹങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം റിയാക്ട് വിഗറസ്ലി വിത്ത് ആസിഡ്. മെഗ്നീഷ്യവും അലൂമിനിയവും ആസിഡുമായി തീവ്രമായി പ്രവർത്തിക്കുന്നു. അയൺ, സിങ്ക് റിയാക്ട് ലെസ് വിഗറസ്ലി. അയണും സിങ്കും കുറഞ്ഞ തീവ്രതയിൽ പ്രവർത്തിക്കുന്നു. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ് ടു ഓൾ. എന്നാൽ ചെമ്പ് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല. റൈറ്റ് ഡൗൺ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് സം ഓഫ് ദീസ് റിയാക്ഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ എല്ലാം സമവാക്യം എഴുതുകയാണ്. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. എങ്ങനെ എഴുതാം?
Zn plus 2HCl gives ZnCl2 plus H2. അതുപോലെ Mg plus 2HCl gives MgCl2 plus H2. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. Fe plus 2HCl gives FeCl2 plus H2. അയണും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് അതിൻ്റെ ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. 2Al plus 6HCl gives 2AlCl3 plus 3H2. അലൂമിനിയവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് അലൂമിനിയം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. When metals like aluminum, zinc, magnesium and iron react with acids, hydrogen gas is formed along with the salt of the metal. അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇതോടൊപ്പം ഒരു ലോഹ ലവണ സംയുക്തവും ഉണ്ടാകുന്നു. ഈ ലെമണിലും ബട്ടർ മിൽക്കിലുമൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. Now you can guess why a stainless steel knife is preferred to an iron knife to cut lemons, and also why it is not wise to store buttermilk in aluminum vessels. നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണെന്ന് പറയുന്നതിൻ്റെയും അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിൻ്റെയും കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ് നല്ലതെന്ന് പറയുന്നത്? ലെമണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് അല്ലേ? അപ്പോൾ അയൺ റിയാക്ട്സ് വിത്ത് സിട്രിക് ആസിഡ് ഇൻ ലെമൺ ആൻഡ് സോൾട്സ് ഓഫ് മെറ്റൽ ആർ ഫോംഡ്. ഈ ഇരുമ്പ് കത്തിയിലെ അയൺ നാരങ്ങയിലെ സിട്രിക് ആസിഡുമായി പ്രവർത്തിച്ച് എന്താണ് സോൾട്സ് ഓഫ് മെറ്റൽ ലോഹ ലവണം ഫോം ചെയ്യുന്നു അല്ലേ? ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുപോലെ ബട്ടർ മിൽക്ക് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ് ആൻഡ് ദിസ് റിയാക്ട്സ് വിത്ത് അലൂമിനിയം. മോരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഇതും അലൂമിനിയം എന്ന മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ ലോഹ ലവണം ഫോം ചെയ്യുന്നു അല്ലേ? സോൾട്ട് ഓഫ് മെറ്റൽ. ഇനി നമുക്ക് എന്താണ് അലോയ്സ് എന്ന് നോക്കാം. An alloy is a solid solution which is a homogeneous mixture of two or more metals. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. കമ്പയർഡ് ടു മെറ്റൽസ്, അലോയ്സ് പൊസസ് ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. അതായത് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഒരു ഖരലായനിയാണ്. രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് അലോയ്സ് അല്ലെങ്കിൽ ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോൾ അതിന് ബലവും അതുപോലെ എന്താണ് ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും. 90% കൂടുതൽ ലോഹങ്ങളും ലോഹസങ്കരങ്ങളായാണ് ഉപയോഗിക്കപ്പെടുന്നത്. മനസ്സിലായോ? അതുപോലെ ആൻ അലോയ് ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെൻറ്റ്സ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഗോൾഡിൻ്റെയും കോപ്പറിൻ്റെയും അലോയ് ആണ് ഉപയോഗിക്കുന്നത്. കോപ്പറും ഗോൾഡും കൂടി ചേർത്താണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ആ കോപ്പറിന് ഒരളവുണ്ട്. ആ നിശ്ചിത അളവിൽ ചേർത്ത് മാത്രമാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ചില ലോഹസങ്കരങ്ങളും അതിലടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ഘടകങ്ങളും. ബ്രാസ് എന്ന അലോയ് അതിലേതൊക്കെയാണ്? കോപ്പർ, സിങ്ക് ഈ രണ്ട് മെറ്റൽസാണ് അടങ്ങിയിരിക്കുന്നത്. ബ്രോൺസ്, കോപ്പർ, ടിൻ കോപ്പറും ടിന്നും അടങ്ങിയ അലോയുമുണ്ട്. നിക്രോം നിക്കൽ, ക്രോമിയം, അയൺ. അൽ നിക്കോ അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. മനസ്സിലായോ? അപ്പോൾ ഈ അലോയ്സും അതുപോലെ അതിൻ്റെ കമ്പോണൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. വെയർ ഡു മെറ്റൽസ് കം ഫ്രം? ലോഹങ്ങൾ എവിടെ നിന്ന്? മെറ്റൽസ് ആർ ഐസൊലേറ്റഡ് ഫ്രം നാച്ചുറലി ഒക്കറിംഗ് മെറ്റീരിയൽസ് കണ്ടെയ്നിങ് മെറ്റാലിക് കോമ്പൗണ്ട്സ്. സച്ച് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ് ആർ നോൺ ആസ് മിനറൽസ്. ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. മെറ്റൽസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദം ബൈ കെമിക്കൽ പ്രോസസ്സസ്. ഈ ലോഹങ്ങളെ ഈ ധാതുക്കളിൽ നിന്നും കെമിക്കൽ പ്രോസസ്സ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഗോൾഡ് ഈസ് എ മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. അലൂമിനിയം ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് മെറ്റൽ ഓൺ ദ എർത്ത്സ് ക്രസ്റ്റ് ഫോളോഡ് ബൈ അയൺ ആൻഡ് കാൽഷ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. ഇരുമ്പ്, കാൽഷ്യം മുതലായവ അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നു. അപ്പോൾ വിച്ച് മെറ്റൽ ഈസ് സീൻ ഇൻ ഫ്രീ സ്റ്റേറ്റ്? ഇൻ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഗോൾഡ്. വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് മെറ്റൽ ഓൺ ദ എർത്ത്സ് ക്രസ്റ്റ്? ഭൂവൽക്കത്തിൽ
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. മനസ്സിലായോ? മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി ടു. ലോഹങ്ങൾ മനുഷ്യ ശരീരത്തിലും. നമ്മുടെ ശരീരത്തിലും എന്താണ്? ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ? ചെറിയ അളവിലാണെങ്കിലും ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. ഹീമോഗ്ലോബിൻ, ദ കോമ്പൗണ്ട് വിച്ച് ഗീവ്സ് റെഡ് കളർ ടു ബ്ലഡ്, കണ്ടെയ്ൻസ് അയൺ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിനിൽ ഏതടങ്ങിയിട്ടുണ്ട്? അയൺ എന്ന മെറ്റൽ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ടീത്ത് ആൻഡ് ബോൺസ്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് എന്തത്യാവശ്യമാണ്? കാൽഷ്യം. സോൾട്സ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സെൽസ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം പൊട്ടാസ്യം ലവണങ്ങൾ ആവശ്യമാണ്. ട്രേസസ് ഓഫ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, കോപ്പർ ആൻഡ് സെലിനിയം ആർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് പേഴ്സൺ. വളരെ ചെറിയ തോതിലാണെങ്കിലും സിങ്ക്, കോപ്പർ, സെലിനിയം തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ മെറ്റൽസാണ് ആവശ്യമെന്ന് മനസ്സിലായല്ലോ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ ഏത് മെറ്റലാണ്? അയൺ മെറ്റൽ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഏത് മെറ്റലാണ്? കാൽഷ്യം. അതുപോലെ കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ. പിന്നെയോ ശരിയായ ആരോഗ്യത്തിന് സിങ്ക്, കോപ്പർ, സെലിനിയം. ഇനി നമ്മൾ പഠിക്കുന്നത് കൊറോഷൻ ഓഫ് മെറ്റൽസ്, ലോഹനാശനം. അയൺ ഈസ് എ മെറ്റൽ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഏറെ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഡു ദ ആർട്ടിക്കിൾസ് മെയ്ഡ് ഓഫ് അയൺ അണ്ടർഗോ എനി ചേഞ്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമുക്ക് ചുറ്റുമുള്ള ഇരുമ്പ് വസ്തുക്കൾക്ക് കാലപ്പഴക്കം കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഈസ് ഇറ്റ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ബ്യൂട്ടിഫിക്കേഷൻ ദാറ്റ് വി പെയിൻറ്റ് ദ അയൺ ബാഴ്സ് ഓഫ് വിൻഡോസ് ഇൻ അവർ ഹൗസസ്. ഇരുമ്പ് ജനാല കമ്പികൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണോ നാം പെയിൻ്റ് അടിക്കുന്നത്? അല്ല. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് വി ഡു നോട്ട് ഡു സോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താകും സംഭവിക്കുക? അയൺ അണ്ടർഗോ ചേഞ്ചസ് വെൻ ഇൻ കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫെറിക് എയർ ആൻഡ് മോയ്സ്ചർ ആൻഡ് കൊറോഷൻ ടേക്സ് പ്ലേസ്. ഇരുമ്പ് അന്തരീക്ഷ വായുവുമായും ഈർപ്പവുമായും സമ്പർക്കത്തിൽ വരുമ്പോൾ അതിന് മാറ്റം സംഭവിക്കുകയും കൊറോഷൻ നടക്കുകയും ചെയ്യുന്നു. എന്താണ്? നാശം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ ലോഹനാശനം തടയുന്നതിന് വേണ്ടിയാണ് ഇരുമ്പ് വസ്തുക്കൾ പെയിൻ്റ് അടിക്കുന്നത്. ഡു യു നോ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ റെസ്റ്റിംഗ് ഓഫ് അയൺ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്. ആവശ്യമുള്ള സാമഗ്രികൾ: ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ്, വൃത്തിയുള്ളതും ഈർപ്പരഹിതവുമായ ടെസ്റ്റ് ട്യൂബ് 4 എണ്ണം. റസ്റ്റ് ഫ്രീ ആൻഡ് ക്ലീൻ അയൺ നെയിൽസ്, തുരുമ്പെടുത്തിട്ടില്ലാത്ത വൃത്തിയുള്ള ഇരുമ്പാണികൾ 4 എണ്ണം. ക്യുക്ക് ലൈം, നീറ്റുകക്ക 10 ഗ്രാം. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് ലായനി 25 ml. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ വിനീഗർ 25 ml. കോർക്ക് 1 എണ്ണം. പ്രൊസീജിയർ എങ്ങനെയാണ്? പുട്ട് ദ അയൺ നെയിൽസ് 1 ഈച്ച് ഇൻ ദ 4 ടെസ്റ്റ് ട്യൂബ്സ്. 4 ടെസ്റ്റ് ട്യൂബുകളിലും ഓരോ ഇരുമ്പാണി വീതം ഇടുക. ഡ്രോപ്പ് എ സ്മോൾ പീസ് ഓഫ് മോയിസ്റ്റ് കോട്ടൺ ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ആൻഡ് കീപ്പ് ഇറ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫെറിക് എയർ. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നനഞ്ഞ പഞ്ഞി ഇട്ട ശേഷം അന്തരീക്ഷ വായുവിൽ തുറന്നു വയ്ക്കുക. ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് പുട്ട് സം ക്യുക്ക് ലൈം ആൻഡ് കീപ്പ് ഇറ്റ് ക്ലോസ്ഡ്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അല്പം നീറ്റുകക്ക ഇട്ട ശേഷം അടച്ചു വയ്ക്കുക. ഈ നീറ്റുകക്ക ഈ മോയ്സ്ചറിനെ വലിച്ചെടുക്കും. അതിനുള്ള കഴിവ് നീറ്റുകക്കയ്ക്കുണ്ട്. മനസ്സിലായോ? നീറ്റുകക്ക അബ്സോർബ് മോയ്സ്ചർ. ഇൻ ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് pour some sodium chloride solution such that half of the nail stays immersed in it. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം സോഡിയം ക്ലോറൈഡ് ലായനി ഒഴിച്ച് സൂക്ഷിക്കുക. ഇൻ ദ ഫോർത്ത് ടെസ്റ്റ് ട്യൂബ് pour some dilute hydrochloric acid or vinegar to immerse half of the nail. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് സൂക്ഷിക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ദ അയൺ നെയിൽസ് ആഫ്റ്റർ 1 വീക്ക്. ഒരാഴ്ചയോളം ടെസ്റ്റ് ട്യൂബുകൾ സൂക്ഷിച്ചതിന് ശേഷം ഇരുമ്പാണികൾക്കുണ്ടായ മാറ്റം നിരീക്ഷിക്കുക. ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിലെ ആണികളാണ് തുരുമ്പിച്ചത്? ദ നെയിൽസ് കെപ്റ്റ് ഇൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ ആസിഡ്
ആൻഡ് ഇൻ ദ ഓപ്പൺ ടെസ്റ്റ് ട്യൂബ് ഡിഡ് റെസ്റ്റ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലെയും അതുപോലെ ആസിഡിലെ ആണിയും പിന്നെ തുറന്നു വെച്ച ആ പഞ്ഞി ഇട്ടിട്ട് തുറന്നു വെച്ച ടെസ്റ്റ് ട്യൂബിലെയും ആണികൾ തുരുമ്പിച്ചു. വിച്ച് ടെസ്റ്റ് ട്യൂബ് ഹാഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റസ്റ്റ് ഇൻ ദ അയൺ നെയിൽസ് കെപ്റ്റ് ഇൻ ദം. ഏറ്റവും അധികം തുരുമ്പുണ്ടായത് ഏതൊക്കെ ടെസ്റ്റ് ട്യൂബുകളിൽ? നെയിൽസ് ഇൻ ദ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആൻഡ് ഇൻ ദ ആസിഡ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലെയും ആസിഡിലെയും ഇരുമ്പാണികൾ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ കൊറോഷൻ ഓഫ് ആൻ അയൺ ആർട്ടിക്കിൾ കെപ്റ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷ വായുവിൽ തുറന്നു വച്ചിരിക്കുന്ന ഇരുമ്പ് വസ്തു തുരുമ്പിക്കുന്നതിന് പ്രേരകമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ, ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം. പ്രസൻസ് ഓഫ് എയർ, വായുവിൻ്റെ സാന്നിധ്യം. പ്രസൻസ് ഓഫ് സോൾട്ട്സ് ഡിസോൾവ് ഇൻ മോയ്സ്ചർ, ഈർപ്പത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളുടെ സാന്നിധ്യം. വിച്ച് ഓഫ് ദ നെയിൽസ് ഡിഡ് നോട്ട് റെസ്റ്റ്, വാട്ട് കുഡ് ബി ദ റീസൺ? ദ നെയിൽ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ക്യുക്ക് ലൈം ഡിഡ് നോട്ട് റെസ്റ്റ്. അല്ലേ, നീറ്റുകക്ക അടങ്ങിയ ടെസ്റ്റ് ട്യൂബിലെ ആണിയാണ് തുരുമ്പിക്കാത്തത്. വാട്ട് കുഡ് ബി ദ റീസൺ? കാരണം എന്താണ്? ക്യുക്ക് ലൈം ക്യാൻ അബ്സോർബ് മോയ്സ്ചർ. ആ നീറ്റുകക്കയ്ക്ക് ഈർപ്പത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായല്ലോ. അയൺ ഗെറ്റ്സ് റസ്റ്റഡ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. വൈ ഡു യു തിങ്ക് ദ അയൺ വിൻഡോ ബാർസ് ഇൻ ഹൗസസ് ക്ലോസ് ടു ദ സീഷോർ കൊറോഡ് ഫാസ്റ്റർ? കടൽ തീര പ്രദേശങ്ങളിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗത്തിൽ തുരുമ്പിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ദ പ്രസൻസ് ഓഫ് സോൾട്ട് ഇൻ ദ എയർ സ്പീഡ്സ് അപ്പ് ദ റെസ്റ്റിംഗ് പ്രോസസ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങൾ ഈ തുരുമ്പിക്കൽ പ്രക്രിയയെ വേഗത്തിലാക്കുന്നു. മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സ്റ്റോർഡ് ഇൻ കെറോസിൻ. വൈ? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിന് കാരണമെന്തായിരിക്കും? വെൻ സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ എക്സ്പോസ്ഡ് ടു എയർ ദേ കൊറോഡ് ആൻഡ് ദ മെറ്റൽസ് ആർ ഡിസ്ട്രോയിഡ്. സോഡിയവും പൊട്ടാസ്യവും വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുകയും ആ ലോഹങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. സോ ദേ ആർ കെപ്റ്റ് ഇൻ കെറോസിൻ. അതുകൊണ്ടാണ് ആ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് കൊറോഷൻ? കൊറോഷൻ ഓഫ് മെറ്റൽസ്. അയൺ ആൻഡ് നമ്പർ ഓഫ് അതർ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് എയർ ആൻഡ് ഫോം ന്യൂ പ്രോഡക്ട്സ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയെ ലോഹനാശനമെന്ന് പറയുന്നു. കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇരുമ്പെന്ന വസ്തു തുരുമ്പായി മാറുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. ആർ ദെയർ മെറ്റൽസ് വിച്ച് ആർ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ? വിച്ച് ആർ ദേ? വാട്ട് ആർ ദെയർ യൂസസ്? ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഏതൊക്കെ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന ഭാഗം നോക്കാം. അതിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പാർട്ടിൽ തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം നമ്മൾ പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ആൻസർ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നോക്കി നിങ്ങൾ ആൻസർ ചെയ്യുക.